അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര ആംസ്റ്റർഡാമിലോട്ടാട്ടോ. അപ്പോൾ നെതർലൻഡ്സിലെ ആംസ്റ്റർഡാം സിറ്റി എക്സ്പ്ലോർ ചെയ്യാനാണ് നമ്മൾ ഇന്ന് പോണേ. അപ്പോൾ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിന് ഒരു ക്രൊസാന്തൊക്കെ കഴിച്ച് ഞങ്ങളുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ജോസഫ് ആക്ച്വലി ഒരു കമ്പനിത്തെ കോൺഫറൻസിന് പോണതാണ് ആംസ്റ്റർഡാമിലേക്ക്. അപ്പോൾ ഞാനും കൂടി നമുക്ക് സിറ്റിയൊക്കെ ഒന്ന് കാണാമല്ലോ. അപ്പോൾ കുറച്ചിടയിൽ നമുക്ക് ഗ്യാപ്പ് കിട്ടുമ്പോൾ സിറ്റിയൊക്കെ കറങ്ങാം, അവിടെ എന്തൊക്കെ കാഴ്ചകളുണ്ടെന്ന് നോക്കാം. അപ്പോൾ അവിടേക്കാണ് ഞങ്ങളിന്ന് കൂട്ടിക്കൊണ്ടുപോകണേ. അപ്പോൾ ഇത് ഫ്ലൈറ്റിൽ നിന്നുള്ളൊരു വ്യൂ ആണ് ഇപ്പോൾ കാണുന്നത്. നല്ല ഭംഗിയായിരുന്നു. ഭയങ്കര മരങ്ങളൊന്നും നമുക്ക് കാണാൻ പറ്റില്ല കേട്ടോ. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം, കാറ്റ് കൂടുതലുകൊണ്ടായിരിക്കാം ഇത് നിറച്ച് വിൻഡ് ടർബൈൻസ് കാണാം. ആ കുഞ്ഞു ഡോട്ടായിട്ട് കാണുന്നത് ഓഫ് ഷോർ വിൻഡ് ടർബൈൻസ് ആണ്. അപ്പോൾ ഇത് ഫ്ലൈറ്റിൽ നിന്ന് കാണാൻ നല്ല ഭംഗിയായിരുന്നു. അതുപോലെ അവരുടെ ഫാം ലാൻഡ്സും നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. മുകളിൽ നമ്മളിങ്ങനെ ഇപ്പോൾ ലാൻഡിങ് ആണ്, നമ്മൾ ആംസ്റ്റർഡാമിൽ ലാൻഡ് ചെയ്യാനാണ് പോകുന്നത്. അപ്പോഴാണ് ഇതൊക്കെ കാണുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ ലാൻഡ് ചെയ്ത് ഞങ്ങളിത് അവിടെ എത്തി. ഇനി നമുക്ക് പോയി നോക്കാം ആംസ്റ്റർഡാമിൽ എന്തൊക്കെ കാഴ്ചകളുണ്ടെന്ന്. ആംസ്റ്റർഡാമിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ എയർപോർട്ടിൽ എങ്ങനെയാണ് നമ്മൾ ബാഗേജ് എടുക്കുന്നത് അതൊക്കെയായിട്ട് ഒന്ന് കാണിക്കുന്നത്. അപ്പോൾ ആദ്യമായി നമ്മൾ ഇവിടെ വന്നിറങ്ങുന്നവർക്കും ഇതൊരു യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ബാഗേജ് എടുക്കുന്ന എല്ലാ വീഡിയോസും ഷൂട്ട് ചെയ്തത്. അപ്പോൾ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ പോവുക. നമ്മൾ യെല്ലോ ബോർഡിലൊക്കെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ബാഗേജിലോട്ടുള്ള എയറോസ് അവർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നോക്കി നേരെ അങ്ങ് നടക്കുക, ബോർഡ് നോക്കി നേരെ നടക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ ദേ നമ്മൾ നേരെ പോവാണ്. നേരെ നമുക്ക് ഇഷ്ടം പോലെ അവർ മാർക്കിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ആദ്യമായിട്ട് ട്രാവൽ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാട്ടോ നമ്മളിത് പറയുന്നത്. നമ്മളവിടെ നടന്ന് പോകുമ്പോൾ ഒരുപാട് പ്ലെയിനൊക്കെ അവിടെ ലാൻഡ് ചെയ്ത് കിടക്കണ കാണാം കേട്ടോ. അവിടെ ഇങ്ങനെ ഫുൾ നമുക്ക് വിൻഡോ കാരണം അതൊക്കെ കണ്ട് പോവാം. പക്ഷെ പ്ലെയിൻ നോക്കി നടന്നാൽ നമ്മുടെ ബാഗേജിൻ്റെ ബോർഡ് പോവും. അപ്പം ബോർഡ് നോക്കാം. അപ്പോൾ എപ്പോഴും യെല്ലോ ബോർഡിലാണ് മിക്ക എയർപോർട്ടിലും ഞാനും കണ്ടേക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടെ ഇങ്ങനെ ബോർഡൊക്കെ നോക്കാതെ വീണ്ടും ഇഷ്ടം പോലെ ബോർഡുകളുണ്ട്. അപ്പോൾ യെല്ലോ ബോർഡിൽ അവർ സ്ട്രെയിറ്റ് ബാഗേജിലോട്ട് നടക്കുക. അതാണ് നമ്മുടെ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ, ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ. അങ്ങനെ ഞങ്ങളിതേ പോകുമ്പോൾ ഇവിടെ റൈറ്റ് സൈഡിൽ 2 സ്കൾപ്ചേഴ്സ് കണ്ടോ. അതിന് ക്ഷീണിതരായിട്ടിരിക്കുന്ന 2 യാത്രക്കാരാന്ന് തോന്നുന്നു. അങ്ങനെ കുറേ കാഴ്ചകൾ കാണാനുണ്ട് കേട്ടോ. കുറേ സ്ക്രീനിൽ കുറേ പിക്ചേഴ്സും കുറച്ച് സ്കൾപ്ചേഴ്സും അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്. നല്ലൊരു എയർപോർട്ടായിരുന്നു. ഞങ്ങളങ്ങനെ നോക്കിയപ്പോൾ അതേ ബാഗേജ് ഹോള് താഴോട്ടാണ് കാണിക്കുന്നത്. അപ്പം നമ്മൾ എസ്കലേറ്റർ ഇറങ്ങി താഴേക്ക് പോവാണ്. അങ്ങനെ നമ്മൾ ബെൽറ്റുകളിൽ അവിടെ എത്തി. അപ്പോൾ നമ്മുടെ ബാഗേജ് വരുന്നത് ഇങ്ങനെ ബെൽറ്റുകളിലായിരിക്കും. അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഏത് ബെൽറ്റിലാണ്, എല്ലാ ബെൽറ്റിനും ഓരോ നമ്പറുണ്ട്. അപ്പോൾ എവിടെയാണ് നമ്മുടെ ബാഗ് വരുന്നത് എന്ന് നമുക്കറിയണം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മളത് അവിടുത്തെ സ്ക്രീനിൽ നോക്കണം. അപ്പോൾ സ്ക്രീനിൽ നമ്മുടെ ഫ്ലൈറ്റ് നമ്പറും അതിന് നേരെ ഏത് നമ്പർ ബെൽറ്റിലാണ് നമ്മുടെ ബാഗേജ് വരെ എന്നുള്ളത് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ ബെൽറ്റ് നമ്പർ എവിടെ എഴുതിയേക്ക് നോക്കിയിട്ട് ഏത് ബെൽറ്റിലാണ് നമ്മുടെ ലഗേജ് വരണേന്ന് നോക്കിയിട്ട് ആ നമ്പറിലുള്ള ബാഗേജ് ബെൽറ്റിലേക്ക് നമ്മൾ നടക്കണം. അപ്പോൾ ഇവിടെ കാണാം നമുക്ക് പല ബോർഡുകളുണ്ട്. ഓരോ ബെൽറ്റിനും ഓരോ നമ്പർ കൊടുത്തിട്ട് ഇവിടെ ബോർഡുകളുണ്ട്. അപ്പം നമ്മുടെ 17 നമ്മൾ കണ്ടത് നമ്മുടെ ബാഗേജ് വരുന്നത്. അപ്പോൾ ഇതേ ബാഗേജ് ബെൽറ്റ് 17 നമ്മൾ എത്തി. ഇതേ ഇവിടെ കറങ്ങിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇനി അവിടെ നിന്ന് ആൾക്കാർ നമ്മുടെ ലഗേജൊക്കെ എടുത്ത് വീക്കി എറിഞ്ഞ് ഇവിടെ എത്തിക്കണം. ഈ ബെൽറ്റിൽ എത്തിച്ചാലാണ് കിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ നല്ലൊരു വെയിറ്റിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ പെട്ടെന്ന് തന്നെ എത്തി. അവിടെ നിന്ന് പ്ലെയിൻ ഇറങ്ങി ഈ ബെൽറ്റിൽ എത്താൻ അധികം നേരമൊന്നും എടുത്തില്ല. അപ്പോൾ ഇനി ഇവിടെ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഞങ്ങളിതേ നോക്കി നിന്നപ്പോൾ നമ്മുടെ ബാഗ് വരണുണ്ട്. ആ നീല ബാഗാണ് നമ്മുടെ. അപ്പോൾ ബെൽറ്റ് നിൽക്കൊന്നുമില്ല, ചാടി പിടിച്ചോ, ജോസഫാണ്, എടുത്തു. ഞാൻ ആക്ച്വലി ഒരു വർക്ക് ഫ്രം ഹോം പറഞ്ഞിട്ടാണ് ജോസഫിൻ്റെ കൂടെ ഇങ്ങോട്ട് ഈ ട്രിപ്പിന് കൂടിയത്. അപ്പോൾ ഇത്തിരി ലേറ്റായ സ്ഥിതിക്ക് ഞാൻ വർക്ക് കുറച്ച് ചെയ്യാനുണ്ടായിരുന്നത് ഇതേ ചെയ്യാണ്. ഇനിയാണ് നമുക്ക് നമ്മുടെ ഹോട്ടലിലേക്ക് പോകേണ്ടത്. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ആംസ്റ്റർഡാം സിറ്റിയിലോട്ട് ആക്ച്വലി പോകാൻ ഏറ്റവും ഈസി ട്രെയിൻ ആട്ടോ. അതായത് നമുക്കിവിടെ എയർപോർട്ടിൽ പുറത്തിറങ്ങുമ്പോൾ തന്നെ നമുക്ക് ട്രെയിനിലോട്ടുള്ള ബോർഡുകൾ വെച്ചിട്ടുണ്ട്. അവിടേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ നിന്ന് നേരെ നമുക്ക് ട്രെയിൻ കിട്ടും. അപ്പോൾ ആംസ്റ്റർഡാം സിറ്റി സെൻറ്ററിൽ നിന്ന് ഒരു സ്റ്റോപ്പ് ഫ്രണ്ടിലുള്ള സ്റ്റോപ്പിലായിരുന്നു നമ്മുടെ ഹോട്ടൽ. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ഇതേ എക്സിറ്റ് നോക്കി പോവാണ്. അപ്പോൾ ഇപ്പോൾ ബാഗൊക്കെ കിട്ടി. അപ്പം പിന്നെ നമ്മൾ എക്സിറ്റ് ബോർഡുകളാണ് ഇനി അടുത്തത് നോക്കുന്നത്. എക്സിറ്റ് നോക്കുക, നേരെ പുറത്തോട്ട് പോവാം. അവിടെ തന്നെ നമുക്ക് ട്രെയിനിൻ്റെ സർവീസ് ഉണ്ട്. അപ്പോൾ ട്രെയിൻ കയറി ഹോട്ടലിൽ വഴി പോവാം. അതാണ് നമ്മുടെ ഇന്നത്തെ ഇനി പരിപാടി.
അപ്പോൾ നമ്മളിത് എക്സിറ്റ് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കാണാം നത്തിങ് ടു ഡിക്ലെയർ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വേ ആണ് നമുക്ക് എക്സിറ്റ്. അപ്പോൾ ഇതേ നമ്മളിപ്പോൾ എയർപോർട്ട് ഇവിടെ ദേ എക്സിറ്റ് ചെയ്യാണ്. അങ്ങനെ നമ്മളിത് എയർപോർട്ടിൻ്റെ പുറത്തിറങ്ങി. ഇവിടെ ഒരുപാട് ആൾക്കാർ ആരൊക്കെയോ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. നമുക്കാരും വെയിറ്റ് ചെയ്യാനില്ലല്ലോ, നമ്മളതുകൊണ്ട് ആരെയും മൈൻഡ് ചെയ്യാണ്ട് ഇതേ പോകുന്നു. അപ്പം നമ്മൾ ഇവിടുന്ന് ട്രെയിൻ എടുത്തിട്ടാണ് നമ്മൾ പോകുന്നത് നമ്മുടെ ഹോട്ടലിലേക്ക്. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ ട്രെയിൻ സർവീസ് ഉണ്ട്. നമ്മുടെ എയർപോർട്ടിൻ്റെ അകത്ത് തന്നെ നമുക്ക് നേരെ ട്രെയിൻ സ്റ്റേഷനിലോട്ട് കയറാം. അപ്പോൾ അത് അവിടെ ഒരു വലിയ ബോർഡിലെല്ലാം എഴുതിയിട്ടുണ്ട് ട്രെയിൻ എങ്ങോട്ടാണ്, അല്ലെങ്കിൽ കാർ റെൻറ്റിൽ എടുക്കേണ്ടത് ഏത് വഴിക്കാണ്. അപ്പോൾ എല്ലാം നമുക്ക് ഇവിടെ നല്ല ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ. അതെല്ലാ എയർപോർട്ടിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ആംസ്റ്റർഡാം ട്രെയിനിൽ നമുക്ക് ടിക്കറ്റ് എടുക്കാൻ 2 തരം സർവീസാണുള്ളത്. അപ്പോൾ ഒന്ന് നമുക്ക് വേണമെങ്കിൽ ടാപ്പ് ചെയ്തിട്ട് നമുക്ക് നേരെ കയറാം. അപ്പോൾ നമ്മുടെ ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരെ ടാപ്പിംഗ് സിസ്റ്റം വഴി ടാപ്പ് ചെയ്തിട്ട് അപ്പോൾ അതിൽ നിന്ന് തന്നെ നമ്മുടെ പൈസ പൊക്കോളും. അപ്പോൾ നമ്മൾ കാണിച്ചു തരാം അതെങ്ങനെയാണ് അങ്ങനെ ടിക്കറ്റ് എടുക്കേണ്ടതെന്ന് നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ മെഷീൻ ഉപയോഗിച്ചിട്ടാണ് ടിക്കറ്റ് എടുക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ മെഷീനിൽ എങ്ങനെ ടിക്കറ്റ് എടുക്കാം, ട്രെയിൻ ടിക്കറ്റ് എന്നാണ് ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ ഐ വോണ്ട് ടു ഗോ ടു ആംസ്റ്റർഡാം എന്നുള്ളതാണ് ഞാൻ ഫസ്റ്റ് സെലക്ട് ചെയ്തത്. ഇനി നമ്മൾ ഫസ്റ്റ് ക്ലാസ് വേണോ സെക്കൻഡ് ക്ലാസ് വേണോ, അപ്പോൾ സെക്കൻഡ് ക്ലാസ് എടുത്തു. വാലിഡ് ടുഡേ എന്നുള്ളത് എടുത്തു. ഒരു ടിക്കറ്റ് 1x എന്ന് പറയുമ്പോൾ ഒരു ടിക്കറ്റാണ് നമ്മളെടുത്തത്. എന്നിട്ട് പ്രൊസീഡ് ചെയ്യുമ്പോൾ നമുക്കത് അവിടെ മെഷീനിൽ നമുക്ക് എത്ര പൈസയാണ് അടയ്ക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതവിടെ വരും. അപ്പോൾ നമ്മൾ നമ്മുടെ കാർഡ് എടുക്കുക, അവിടെ ടാപ്പ് ചെയ്യുക. അത് കഴിയുമ്പോൾ നമ്മുടെ ടിക്കറ്റ് ഇപ്പോൾ വരും. അതാ ദേ നമ്മുടെ ടിക്കറ്റ് ഇവിടെ റെഡിയായി വന്നു. ടിക്കറ്റ് എടുക്കുന്നത് കഴിഞ്ഞു. ഇത്രയും ഈസിയാണ്. അപ്പോൾ ദേ നമ്മുടെ കയ്യിൽ ടിക്കറ്റ് കിട്ടി. ഇനി ടിക്കറ്റും കൊണ്ട് നമ്മൾ നേരെ ട്രെയിനിൻ്റെ അടുത്തേക്ക് പോവാം. അപ്പോൾ നമ്മളിത് അവിടെ ബോർഡ് നോക്കുമ്പോൾ നമുക്ക് കാണാം നമ്മൾക്ക് പോകേണ്ട സ്റ്റേഷൻ നെയിം അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ 4th ട്രാക്കിലാണ് വരുന്നത്. അപ്പോൾ 4th ട്രാക്ക് അവർ താഴോട്ട് ആരോ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ താഴെയാണ് നമ്മുടെ ട്രെയിൻ വരുന്നത്. അപ്പോൾ ഞങ്ങൾ താഴേക്ക് പോവാണ്. അപ്പോൾ ഇനിയിപ്പോൾ ട്രെയിൻ കയറാൻ നേരെ ഹോട്ടലിലേക്ക്. അപ്പോൾ നമുക്ക് ഏത് സ്റ്റേഷനിലാണ് ഇറങ്ങേണ്ടതെന്നുള്ളത് ഞങ്ങൾ നേരെ നമ്മുടെ ഹോട്ടൽ നെയിം ഗൂഗിൾ മാപ്സിൽ അടിച്ചപ്പോൾ അതിനകത്ത് തന്നെ നമുക്ക് സ്റ്റേഷൻ എവിടെയാണ് ഇറങ്ങേണ്ടതെന്ന് കാണിക്കുമല്ലോ. അപ്പോൾ ആ സ്റ്റേഷൻ നെയിം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇന്ന സ്റ്റേഷനിൽ ഇറങ്ങേണ്ടതെന്ന് മനസ്സിലാക്കി. അങ്ങനെ നമ്മുടെ ട്രെയിൻ എവിടെയാണ് വരുന്നത്. ട്രെയിൻ ഇപ്പോൾ വരും. നമ്മളിത് അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ കുറച്ച് വെയിറ്റിംഗ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്ക് ഇത് നമ്മുടെ ട്രെയിൻ എത്തി. ഇതാണ് അവിടുത്തെ ട്രെയിൻ, ആംസ്റ്റർഡാമിലേക്ക് പോകുന്ന ട്രെയിൻ. ഇത് ജോസഫ് റെഡിയാണ്. നേരെ ഇനി പോവുക, ഹോട്ടലിലെ ബാഗൊക്കെ വെക്കുക. അപ്പോൾ നമ്മൾ ഇറങ്ങി കഴിയുമ്പോൾ നമ്മുടെ ടിക്കറ്റ് ഇവിടെ സ്കാൻ ചെയ്തിട്ട് വേണം കേട്ടോ നമ്മൾ പുറത്ത് പോകാൻ. അങ്ങനെ ഞങ്ങളിത് ഞങ്ങളുടെ ഹോട്ടൽ റൂമിലെത്തി. ജോസഫിൻ്റെ കോൺഫറൻസിന് കമ്പനി സ്പോൺസേർഡ് അങ്ങനെ നല്ലൊരു അടിപൊളി റൂം കിട്ടി കേട്ടോ. നല്ല ഹാപ്പിയായി റൂം കണ്ടപ്പോൾ. നമുക്ക് അറിയില്ലായിരുന്നു, കമ്പനിയാണ് ബുക്ക് ചെയ്തത്. പക്ഷേ നല്ലൊരു റൂമായിരുന്നു. ആവശ്യത്തിനൊരു വർക്ക് ഡെസ്ക് ഉണ്ട്. അപ്പോൾ എനിക്ക് കുറച്ച് വർക്ക് ചെയ്യാൻ അവിടെ ഇരിക്കാം. പിന്നെ TV ഉണ്ട്. TV ഒന്നും കാണാൻ സ്ഥലമുണ്ടോയെന്ന് എനിക്ക് സമയമുണ്ടോയെന്ന് നമുക്കറിയില്ല. അങ്ങനത്തെ റൂമും നല്ല ലൈറ്റും പിന്നെ അവിടെയും ഇങ്ങനെ നല്ല വെളിച്ചമായതുകൊണ്ട് നല്ല ഡാർക്ക് കർട്ടൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നല്ലൊരു റൂമായിരുന്നു. നല്ല വിശപ്പുണ്ടായിരുന്നു തന്നെ ഞങ്ങൾ ഫസ്റ്റ് നോക്കി എവിടെ പോയി ഫുഡ് തട്ടാമെന്നാണ്. അപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ ആ ഒരു ഹോട്ടലിൻ്റെ തൊട്ടടുത്ത് തന്നെ നല്ലൊരു വൈബൊക്കെയുള്ള നല്ലൊരു റെസ്റ്റോറൻറ്റ്. അപ്പോൾ നേരെ അവിടെ പോയി. പിന്നെ ഒന്നും നോക്കിയില്ല, ഫസ്റ്റ് ഫുഡ് പിന്നെ കറക്കം. നല്ല വിശപ്പുണ്ടായിരുന്നു. ഞങ്ങളങ്ങനെ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ എത്തിയപ്പോഴേക്ക് നമ്മളൊരു 2 മണിയൊക്കെ ആയി. അപ്പോൾ ഈ മെനു ഒക്കെ വായിച്ചു. നല്ല ഒരു റെസ്റ്റോറൻ്റ് ആയിരുന്നു കേട്ടോ. നല്ല ഫുഡായിരുന്നു, നല്ല വൈബായിരുന്നു, നല്ല കാമായിരുന്നു ഞങ്ങൾ ചെന്ന സമയത്ത്. എനിക്ക് തോന്നുന്നു അതൊരു ബാറാണ്. അപ്പോൾ രാത്രി കുറേയും കൂടി ആൾക്കാരൊക്കെ ഉണ്ടാവും തോന്നുന്നു. അങ്ങനെ ഒരു ബർഗറും പാസ്തയൊക്കെ തട്ടി ഫുള്ളായി. ഇനിയാണ് നമ്മുടെ മെയിൻ, നമ്മൾ ആംസ്റ്റർഡാം സിറ്റി സെൻറ്ററിലേക്കാണ് പോണത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ എയർപോർട്ട് സിറ്റി സെൻറ്റർ എത്തുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ ദേ നമ്മൾ വീണ്ടും ട്രെയിൻ സ്റ്റേഷനിലെത്തി. അപ്പോൾ നേരത്തെ എടുത്ത പോലെ തന്നെ നമ്മൾ ടിക്കറ്റ് എടുത്തു. ഇനി നമ്മൾ ഈ ട്രെയിൻ കയറാൻ ഒരു സ്റ്റോപ്പേ ഉള്ളൂ നമുക്ക് സിറ്റി സെൻറ്ററിലേക്ക് ഞങ്ങൾ നിന്ന പ്ലേസിൽ നിന്ന്. ട്രെയിനിനകത്ത് സ്ക്രീനിൽ നമുക്ക് എല്ലാം കാണിക്കും കേട്ടോ. അവിടെ ഒരു പ്ലേസ് നെയിമൊക്കെ കാണിക്കും. അപ്പോൾ അതേ നെക്സ്റ്റ് തന്നെ എഴുതിയിരിക്കുന്നത് സിറ്റി സെൻറ്ററാണ്. അവിടെ അങ്ങനെ ഇറങ്ങാം. ഞങ്ങൾ എത്തി. ഞങ്ങൾ ആംസ്റ്റർഡാം സിറ്റി സെൻറ്ററിൽ ഇതേ ട്രെയിൻ ഇറങ്ങിയേക്കാണ് ഇപ്പോൾ. അപ്പോൾ ഇനിയാണ് നമ്മുടെ കറക്കം. ഇന്നത്തെ ഫുൾ രാത്രി വരെ ഇവിടെ മൊത്തം കറങ്ങി കാണണം. ആംസ്റ്റർഡാം സിറ്റിയും അവിടുത്തെ എല്ലാ കാഴ്ചകളും അവിടുത്തെ എല്ലാ ആർക്കിടെക്ചറും പിന്നെ സ്ട്രീറ്റുകളും പിന്നെ അതുപോലെ തന്നെ റെഡ് ലൈറ്റ് സ്ട്രീറ്റിലൊക്കെ ഒന്ന് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട് ഇന്ന്. അപ്പോൾ നമുക്ക് പോയി നോക്കാം എന്താണ് ഈ സിറ്റിയിലുള്ള നമ്മൾ അവൈറ്റ് ചെയ്തിരിക്കുന്ന കാഴ്ചകളെന്ന് നമുക്ക് ഇന്ന് പോയി നോക്കാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിലാണ് നമ്മളതെല്ലാം കാണിക്കുന്നത്. അപ്പോൾ അതുവരെ അതെ. ഇനിയും വരുന്ന വീഡിയോസ് കാണാനായിട്ട് വീഡിയോയുടെ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. എന്നിട്ട് അതുവഴിയുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ ഓൾ എന്ന ഓപ്ഷൻ എടുത്താൽ ഇനി വരുന്ന വീഡിയോസ് വരുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടും.